ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ ദേ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്നെന്റെ വ്ലോഗോ കാര്യങ്ങളോ ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 45 അടുപ്പിച്ച് ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ചെയ്ത ഇന്റർവ്യൂല് ഏറ്റവും കൂടുതൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത അല്ലെങ്കിൽ ഒത്തിരി ചിരിച്ച ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിൽ നടന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സീക്വൻസ് നിങ്ങളൊക്കെ ആയിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ താഴെ വരുന്ന കമന്റ്സും അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ പോകുന്ന ചീത്തവിളികളും കാര്യങ്ങളും എനിക്ക് ഇപ്പോഴേ അറിയാം എന്തൊക്കെയാണ്. അപ്പൊ എന്തായാലും അതൊന്നും ഞാൻ വകവയ്ക്കാതെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ എന്തായാലും കണ്ടിട്ട് വരാം. പെരേര ഇപ്പൊ സിനിമയും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടും ഞാൻ ഫെയിം ആയിട്ടില്ല. ഇവരുടെ കൂടെ നടന്നിട്ട് ഫെയിം ആയിരുന്നു. അപ്പൊ ആ ഒരു സ്നേഹം ഉള്ളതുകൊണ്ടിട്ട് മാത്രമാണ് നീ കൊള്ളാമല്ലോടി പെണ്ണേ. ഈ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ തിരിച്ചു വെക്കണം. ആ ആരോഗ്യത്തിന്റെ പണിയെടുക്കാത്ത ശരീരം. ആൾക്കാരെ തെരയും പറഞ്ഞ് ഫേസ്ബുക്കിൽ നിന്ന് പൈസ മേടിച്ച് തിന്നുന്ന ഓട്ടോ ഓടിച്ച് ജീവിക്കണ രണ്ട് വ്യത്യാസമുണ്ട്. ഇതിന്ന് പറഞ്ഞാൽ കിട്ടിയാൽ താൻ കിടക്കും. മെന്റൽ അതെ ഇപ്പൊ നിങ്ങള് പുതിയതായിട്ട് ഒരു കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെടാണ് കാലന്റേത്. അതെന്തെങ്കിലും കാലൻ ആരായിരുന്നു എന്റെ ചാനലുകാരും ചെയ്യാൻ പറഞ്ഞ അവരെ കോസ്റ്റ്യൂം എടുത്ത് തന്നാണ്. ആണല്ലേ? നമ്മള് രണ്ടുപേരും കൂടി ഇപ്പൊ ചെയ്തത്. അതെനിക്ക് ഞാൻ ഇന്നും കൂടി എടുത്ത് കണ്ടു ആ ഒരു അണ്ണന്റെ. ഞാൻ 3 തരത്തിൽ കണ്ടന്റ് ഇടാറുണ്ട്. ഇന്റലക്ച്വൽ ഇടാറുണ്ട്, സോഷ്യൽ കമ്മിറ്റഡ് ഇടാറുണ്ട്, പിന്നെ എന്റർടൈൻമെന്റ്. ഓക്കെ. ഇപ്പോ എല്ലാരും പറയുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അണ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൂടുമ്പോ തന്നെ 2 മിനിറ്റ് ഒക്കെയാണ്. 2 മിനിറ്റ് അതെന്താ? എനിക്കൊരു ഐഡിയ വരുമ്പോ തന്നെ പോസ്റ്റ് ചെയ്യണയാണല്ലേ? ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ഇൻകം ഒക്കെ കിട്ടി തുടങ്ങിയ മോണിറ്റൈസ്ഡ് ആണോ? എപ്പോഴാ മോണിറ്റൈസ്? 1 ലക്ഷം രൂപ കഴിഞ്ഞ വർഷം കിട്ടിയത്. ഒരു കോടീശ്വരന്റെ കിടപ്പ് 1 ലക്ഷം കിട്ടിയത്. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റ 3 ഉണ്ട്. അങ്ങനെയാണ്. എങ്ങനെയാ ബ്രോയുടെ കാര്യം? അങ്ങനെയൊന്നുമില്ല. അപ്പൊ എങ്ങനെയാ ചെലവൊക്കെ നടക്കുന്നത്? ഓക്കെ. ഇപ്പൊ ഈ പറയുന്ന സിനിമയിൽ കാരണം ഓക്കെ. ഇപ്പൊ ഈ പറയുന്ന പേര് എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറിയപ്പെടുന്നത് പൈനാപ്പിൾ മുടിയുള്ള ചേട്ടൻ. മുടി പോയി. അപ്പോഴേ ഇൻസ്റ്റഗ്രാമിലൊക്കെ അറിയാറുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നിൽക്കേണ്ട ആൾക്കാരാണല്ലേ? ഇയാളുടെ കഴിവെന്തറിയാം. ഇയാളെ ഏറ്റവും കഴിവെന്തറിയാം? കള്ളം പറയാൻ കഴിവാണ്. പകുതി കള്ളോ. അപ്പൊ അതിന്റെയും കൂടെ പിന്നെ കാര്യം ഈ കമന്റ്സിൽ സൂക്ഷിക്കുക. ഇയാളെ എന്നെ പറയുന്നല്ല. നമ്പർ 1 ഗുണ്ടയാണോ? ഗുണ്ടയൊക്കെ കണ്ടറിയില്ലേ? മുടിയുള്ള ഞാന് അന്ന് ഒരു ദിവസം പെരേരയുടെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോ അന്ന് പെരേരനെ വിളിച്ചിട്ട് പോവാൻ വേണ്ടി കണ്ടില്ല ഈ സംഭവം. ഇടിവള അല്ലേ? അതൊക്കെ ഉള്ളതാണോ? ആരെങ്കിലും കണ്ടു അപ്പൊ ഓട്ടോ പുറകെ കൂടാ. ഇതിലെ ലുക്കേ ഉള്ളൂ, ഒന്നുമില്ല അല്ലേ? ഈ പെരേര ഇപ്പൊ ഓക്കെ. ഞാന് നിങ്ങളുടെ ഫേസ്ബുക്ക് അല്ല ഇൻസ്റ്റഗ്രാം നോക്കിക്കൊണ്ടപ്പോ രണ്ടുപേരും ജ്യൂസ് 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 ആ ഒരു പാട്ട് പറഞ്ഞു. ആ പാട്ടൊന്ന് പാടാമോ? അതോടുകൂടി നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു പാട്ടറിയാം. കുമിട്ടിക്ക ജ്യൂസ്, മമ്മൂക്കിക്ക് ഇഷ്ടമല്ല കുമിട്ടിക്ക ജ്യൂസ്. അത് മാത്രമേ എനിക്കറിയുള്ളൂ. ഓക്കെ.